ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുഞ്ഞിപ്പുഴ ടോക്സ്. ഈ ആഴ്ചത്തെ നാട്ടുപോക്കിനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എല്ലാ ആഴ്ചയും വീട്ടിൽ പോണത് ആ ഒരാഴ്ചത്തെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ആഴ്ച പോണത് ഉറക്കമൊഴിച്ചിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതെന്താണെന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ പാമ്പുംകളം തുടങ്ങുകയാണ്. പാമ്പുംകളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ചില സ്ഥലത്തൊക്കെ സർപ്പക്കളം അല്ലെങ്കിൽ കളമെഴുത്തുപാട്ട് എന്നൊക്കെ പറയും. ഈ നാഗാരാധനയുള്ള അമ്പലങ്ങളിൽ നടക്കുന്ന ഒരാഘോഷം. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ നാഗങ്ങളാണ്. നാഗങ്ങൾ മാത്രമല്ല, വേറെ ദേവിയും മുത്തപ്പനും വിഷ്ണുമായും കരിങ്കുട്ടിയും അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ഇപ്പം നടക്കുന്നത് പാമ്പുകളാണ്. സോ ഞാനതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നോക്കി, ഇതാണ് പാമ്പുംകാവിലേക്ക് പോകുന്ന വഴി. കളം പ്രമാണിച്ചിട്ടാണ് റോട്ടിലിങ്ങനെ കുറച്ച് ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് അലങ്കരിച്ചേക്കണത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കാവ്. ഇത് കളം മുഴുവൻ തിരി കൊണ്ട് ഒഴിയുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. ശരിക്കും തിരി ഒഴിച്ചൽ എന്ന് പറഞ്ഞ് വേറൊരു ചടങ്ങുണ്ട്. ഇത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു പാപ്പൻ തന്നെയാണ്. പക്ഷേ ഇത് ചെയ്യുന്ന ഈ കർമ്മി എന്നുള്ളതിൽ ആളെ നമ്മളെല്ലാവരും കളത്തിക്കമ്മളയെന്നാണ് ഈ കളത്തിൻ്റെ സമയത്ത് വിളിക്കുക. പാപ്പൻ്റെ കയ്യിലുള്ളത് ഒരു ഓട്ടുകിണ്ണാണ്. ആ കിണ്ണത്തിൽ പാലും നൂറും കലക്കിയതുണ്ട് കേട്ടോ. മഞ്ഞളില്ലേ, അതിൻ്റെ മേലെ വാഴയില വെച്ചിട്ട് അതിൻ്റെ മേലെ തിരി വെച്ച് പിന്നെയും ഒരു ഇലയും കൊണ്ട് മൂടിയിട്ട് ആ തിരി കത്തിച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഈ കളത്തിൻ്റെ എല്ലാ ദിക്കിലും ചെന്നിട്ട് ഇങ്ങനെ ഒഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് കർപ്പൂരം കത്തിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങാണ് കേട്ടോ. തിരി കൊണ്ട് ഒഴിയുന്നത് പോലെ തന്നെ മുറം കൊണ്ട് ഒഴിയുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങുണ്ട്. അതാണ് ഈ കാണുന്നത്. തിരി വെച്ചിട്ടുണ്ടായിരുന്ന ഓട്ടുകിണ്ണത്തിന് പകരം ഇവിടെ മുറത്തിനുള്ളിൽ കത്തിച്ച് വെച്ച തിരി കൊണ്ടാണ് കളം ഒഴിഞ്ഞെടുക്കുന്നത്. ഇതാണ് കേട്ടോ ശരിക്കുള്ള തിരി ഒഴിച്ചിൽ എന്ന പേരുള്ള ചടങ്ങ്. ഈ തിരി ഒഴിച്ചിൽ പെർഫോം ചെയ്യണത് ശരിക്കും കളം നടത്താൻ വരുന്ന പുള്ളവന്മാരാണ് കേട്ടോ. ഈ തിരി ഒഴിച്ചിലിനുള്ള തിരി ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഴപ്പോളം കൊണ്ട് തിരികളേനെ ചുറ്റി അതിനെ പച്ചീർക്കിളിയും കൊണ്ട് മുറുക്കി കെട്ടിയിട്ടാണ് അവർ തിരി ഉണ്ടാക്കുന്നത്. കുറച്ചൊരു കായികാധ്വാനം ആവശ്യമുള്ള ഒരു ചടങ്ങാണിത്. നല്ല രസമാണ് കണ്ടിരിക്കാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളോങ്കുടത്തിൻ്റെ കൊട്ടിനനുസരിച്ചിട്ടാണ് അവർ പെർഫോം ചെയ്യുക. ആദ്യം ഇങ്ങനെ പതിഞ്ഞ താളത്തിൽ തുടങ്ങിയിട്ട് അതിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് അവരുടെ ചുവടുകൾക്കും സ്പീഡ് കൂടി വരും. ഇത് കൂടാതെ വേറെയും 1-2 ചടങ്ങുകളുണ്ട് കേട്ടോ. കാവിൻ്റെ ഉള്ളിൽ നിന്ന് നാഗങ്ങളെ താലം പിടിച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുവരും. അതുപോലെ പൂവാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങുണ്ട്. പിന്നെ പുള്ളുവൻ പാട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ടാണ് പാമ്പിൻ തുള്ളൽ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വരുന്നത്. നമുക്കത് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാനുള്ള അനുമതി ഇല്ലാത്തത് കൊണ്ടാണ് അതൊന്നും കാണിച്ചു തരാത്തത്. പറഞ്ഞു തുടങ്ങിയാൽ ഇനിയും ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ കളമെഴുത്തുപാട്ടിനെ കുറിച്ചിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് നീണ്ടതായി പോവും. എന്നാലും നിങ്ങൾക്ക് ചെറിയൊരു പാമ്പിൻ തുള്ളൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ, സീ യു.